സാർ, ഞാൻ ഈ ബജറ്റ് നിർദ്ദേശങ്ങളെ എതിർക്കുകയാണ് സാർ. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രവാചകന്മാരൊക്കെ പ്രസംഗിക്കുന്നത് പോലെയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഞങ്ങളിത് മുഴുവൻ വായിച്ചു നോക്കിയപ്പോൾ ഏത് വിഭാഗത്തിനാണ് സന്തോഷം എന്ന് തീരെ മനസ്സിലാകുന്നില്ല. ഏറി വന്നാൽ കേരളത്തിലെ മന്ത്രിമാർക്ക് മാത്രം സന്തോഷമുണ്ടാകുന്ന ഒരു ബജറ്റാണ്. ഇവിടെ സാർ 226 പേജുള്ള ആ 862 ഖണ്ഡികളുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾ മുഴുവൻ ഞാൻ വായിച്ചു. എവിടെയും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഗതി എനിക്കല്ല, കേരളത്തിൽ ഒരു ജനവിഭാഗത്തിനും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മന്ത്രിക്ക് തീരെ ദൃഷ്ടിയില്ല എന്ന് പറഞ്ഞുകൂടാ. മന്ത്രിക്ക് ദീർഘദൃഷ്ടി തീരെ ഇല്ല, പക്ഷേ ദൃഷ്ടിയുണ്ട്. അത് കൊല്ലം, കൊട്ടാരക്കര, പത്തനാപുരം, തിരുവനന്തപുരം ഇങ്ങനെ ചില കോറിഡോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൂക്ഷ്മദൃഷ്ടി. കുറച്ച് ദീർഘമായി പറഞ്ഞാൽ കുറച്ച് ദീർഘദൃഷ്ടി കണ്ണൂരിലേക്കും പോകുന്നുണ്ട്. അതിനിടയിലൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് സർ. മലപ്പുറവും കാലിക്കറ്റ് എയർപോർട്ടും മൊയ്ൻകുട്ടി വൈദ്യരും കോഴിക്കോട് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഈ ബജറ്റ് അവതരിപ്പിച്ചത് സർ. കോഴിക്കോട് വിമാനത്താവളം സർ എൻ്റെ മണ്ഡലത്തിലെ ഒരു വിമാനത്താവളമാണ്. കേരളത്തിലെ ഏക അന്താരാഷ്ട്ര സർക്കാർ അധീനതയിലുള്ള വിമാനത്താവളമാണ്. കഴിഞ്ഞ വർഷം സയൻസ് പാർക്ക് എല്ലാ വിമാനത്താവളങ്ങളെയും പരിസരത്ത് കൊടുത്തു. കോഴിക്കോട് മാത്രം കൊടുത്തില്ല. അത് അദാനിക്കും അതുപോലെ തന്നെ വൻകിട കുത്തകൾക്കും അതിൽ പങ്കാളിത്തം ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അവിടെ സർ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ സർ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ, ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഇപ്രാവശ്യവും ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കണ്ണൂർ എയർപോർട്ടിന് മുമ്പിൽ IT പാർക്കുണ്ട്. ഞങ്ങൾക്ക് IT പാർക്കൊന്നും വേണ്ട സർ. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ആ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് തന്നെയെങ്കിലും ഒന്ന് നന്നാക്കി തരണം. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞപ്പോൾ മന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു അത് പരിഗണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ വർഷം നന്നാക്കി തന്നില്ല, അത് വിട്ടു. കഴിഞ്ഞ വർഷം അവിടെ NOC അവിടെയുള്ള ആ പരിസരത്ത് താമസിക്കുന്ന കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിപ്പെട്ട ആർക്കും വീട് വെക്കാൻ നിവൃത്തിയില്ലാത്ത, വിമാനത്താവളത്തിന് വേണ്ടി സ്ഥലം കൊടുത്ത ആളുകൾക്ക് വീട് വെക്കാൻ NOC കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ NH-ൽ നിന്ന് കൊളത്തൂർ ജംഗ്ഷനിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകുന്ന റോഡുണ്ട്. ആ റോഡ് ഇതുവരെ നന്നാക്കിയിട്ടില്ല. ഈ ഗവൺമെൻറ് വന്ന ദിവസം 5 പൈസ വന്നിട്ടില്ല. അത് കഴിഞ്ഞ വർഷം മന്ത്രി പറഞ്ഞു, പൊതുമരാമത്ത് മന്ത്രിയും പറഞ്ഞില്ല. എയർപോർട്ടിന് സ്ഥലമെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ക്രോസ് റോഡ് നഷ്ടപ്പെട്ടു. ആ ക്രോസ് റോഡിന് പകരം ക്രോസ് റോഡ് തരാമെന്ന് 4 മന്ത്രിമാർ വന്നിട്ട് അവിടെ എയർപോർട്ടിൽ വന്ന് ഉറപ്പ് കൊടുത്താണ്. ക്രോസ് റോഡിനും പണം വെച്ചിട്ടില്ല. മാത്രമല്ല ഹജ്ജ് എംബാർക്കേഷൻ പോയിൻ്റാണ് കാലിക്കറ്റ് എയർപോർട്ട്. കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം തീർത്ഥാടകർ ഹജ്ജിന് പോകുന്ന ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിലേക്ക് സർ ഒരു റോഡിന് 5 പൈസ ഈ ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ് 1ാം ഘട്ടത്തിലും തന്നിട്ടില്ല, 2ാം ഘട്ടത്തിലും തന്നിട്ടില്ല. UDF ഗവൺമെൻറ് ഭരിക്കുന്ന എല്ലാ സമയത്തും ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് ആകുമ്പോൾ അവിടേക്കുള്ള എല്ലാ റോഡുകളും നന്നാക്കാറുണ്ട്. ഇങ്ങനെ കാലിക്കറ്റ് എയർപോർട്ടിനെ അവഗണിക്കുകയാണ് സർ. ആ രീതിയിൽ അതോടൊപ്പം തന്നെ സർ കേന്ദ്ര അവഗണന വാദവരാതെ മന്ത്രിയടക്കം എല്ലാവരും പ്രസംഗിക്കുന്നതാണ്. നിങ്ങൾക്ക് കേന്ദ്ര അവഗണനയെക്കുറിച്ച് ഇപ്പോൾ കേരളത്തെ അവഗണിക്കുന്നതെന്ന് പറയൽ ഈ വികസന പ്രവർത്തനങ്ങൾ, എന്നാൽ കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയാൻ എന്ത് അവകാശമാണുള്ളത്? ഇവിടെ UDF ഭരിക്കുന്ന MLA-മാർക്കൊക്കെ ഈ ബജറ്റ് വീതത്തിൽ കൊടുക്കുന്നത് 5 കോടി 6 കോടി. പ്രതിപക്ഷത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങൾക്കും 10 കോടി 11 12 കോടി. ഭരണപക്ഷത്തിൻ്റെ എല്ലാ MLA-മാർക്കും കൊടുക്കുന്ന ബജറ്റ് വീതം കൊടുക്കുന്നത് 11 കോടി 12 കോടി. ഈ 5 10 ഈ 9 വർഷക്കാലം എത്ര ആയി കാണും? ഞങ്ങളുടെ മണ്ഡലത്തിലൊക്കെ എത്ര ബജറ്റിൻ്റെ വിഹിതം നഷ്ടപ്പെട്ട് കാണും? ഞങ്ങളെ നാട്ടുകാരും നികുതി കൊടുക്കുന്നില്ലേ? ഞങ്ങൾ MLA-മാരല്ലല്ലോ. അവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും നികുതി കൊടുക്കുന്ന ആ നികുതിപ്പണമാണ് വികസനത്തിൻ്റെ തുല്യമായ വിതരണം വഴി എത്തേണ്ട ഇത് നിങ്ങൾ നിഷേധിച്ചുകൊണ്ട് പിടിച്ചു വെക്കുന്നത്. ഇങ്ങനെ വിവേചനം കാണിക്കുന്നു. ഇപ്രാവശ്യം ഗ്രാമീണ റോഡ് വന്നു. LSTD മിനിസ്റ്റർ പറഞ്ഞു 6 കോടി 7 കോടി രൂപയാണ് എല്ലാ മണ്ഡലങ്ങളിലേക്കും കൊടുത്തുന്നു. പക്ഷേ മന്ത്രി പരസ്യപ്രസ്താവന നടത്തിയതാ. ഞങ്ങൾക്ക് കിട്ടിയത് എത്ര? പ്രതിപക്ഷം MLA-മാരുടെ മണ്ഡലങ്ങളിൽ കിട്ടിയത് 4 കോടി 4-10, എനിക്ക് 4-10 കോടിയാണ്. മറ്റുള്ളവർക്ക് 7 കോടി 8 കോടി. ഈ വിവേചനം കാണിക്കുന്ന ആളുകൾക്ക് കേന്ദ്രത്തിൻ്റെ വിവേചനത്തെക്കുറിച്ച് എന്താണ് സർ പറയാൻ, എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക സർ? അതുപോലെ തന്നെ ഞാൻ എയർപോർട്ടിൻ്റെ കാര്യം നേരത്തെ ഒന്നുകൂടെ പറയാം സർ. ഈ എയർപോർട്ടിൻ്റെ റിസാർട്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കേന്ദ്ര മന്ത്രി രാജ്യസഭയിൽ നൽകിയ ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് സഹകരിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ റിസാർട്ട് നിർമ്മാണം നടക്കാത്തത്. ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷൻ കൊടുക്കുന്നില്ല. 74 അപേക്ഷകർ വന്നതിൽ 4 അപേക്ഷയ്ക്ക് മാത്രമേ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ വിവേചനം കാലിക്കറ്റ് എയർപോർട്ടിന് കാണിക്കുകയാണ്. പിന്നെ കിഫ്ബിയുടെ ഒരു കാര്യം ഞാൻ അവിടെ പറയാം. ഇന്നലെ പ്രതിപക്ഷ നേതാവ് കിഫ്ബിയിലെ സംവിധാനത്തെയും PWD സംവിധാനത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം സർ എൻ്റെ മണ്ഡലത്തിലെ വാഴക്കാട് പഞ്ചായത്തിലുണ്ട്. ഒന്ന് CIRF-ൽ
സംസ്ഥാനത്തെ PWD ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത ഒരു പാലമുണ്ട്, എലമരം കടവ് പാലം. തൊട്ടിപ്പുറത്ത് കൂളിമാട് പാലമുണ്ട്. കൂളിമാട് പാലം പൊളിഞ്ഞാടെ, ഇതൊക്കെ പോട്ടെ, പൊളിഞ്ഞു പോയി. പക്ഷേ അത് നന്നാക്കി. ആ എളമരം കടവ് പാലം വളരെ വൃത്തിയായി, അപ്രോച്ച് റോഡുകൾ വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ കിഫ്ബി നിർമ്മിച്ച കൂളിമാട് പാലോ, ആ കൂളിമാട് പാലത്തിൽ നിന്ന് ഒരു മര്യാദക്ക് ഒരു അപ്രോച്ച് റോഡ് പോലും നിർമ്മിക്കാതെയാണ് ആ പാലപ്പണി പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട മന്ത്രി വന്നിട്ട് അവിടെ ഉദ്ഘാടനം ചെയ്തു. ഇതാണ് കിഫ്ബിയും PWD തമ്മിലെ വ്യത്യാസം. ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ഞാൻ അടിവരയിടുകയാണ് സർ. ഇപ്പോൾ ഇവിടെ ധനസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ജോബ് മൈക്കിൾ പറഞ്ഞു ധനകമ്മി കുറച്ചു, 2% കുറച്ചു. സത്യത്തിൽ CAG റിപ്പോർട്ട് ഒന്ന് പരിശോധിച്ചാൽ മതി. ധനകമ്മി കുറച്ചിട്ടാണോ? ആകെ 7.2 കോടിയായിട്ട് വർദ്ധിച്ചു എന്നാണ് മാത്രമല്ല അതിന് എത്രയാണ് വെട്ടിക്കുറച്ചത്? 50% വരെ കഴിഞ്ഞ വർഷം ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന വിഹിതം വെട്ടിക്കുറച്ചാണ്ട് ധനകമ്മി കുറച്ചിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയാം സർ. ഇവിടെ എല്ലാം വെട്ടിക്കുറച്ചു. കഴിഞ്ഞ 8 കൊല്ലം ഇവിടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി പറഞ്ഞു ഈ ന്യൂനപക്ഷ ക്ഷേമത്തിന് ഫണ്ട് കൂട്ടിക്കൊടുത്തു. മഞ്ഞളാംകുടി അരി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഒഴിഞ്ഞ് അന്ന് കൊടുത്തതിൻ്റെ ഒരു പൈസ പോലും ഇപ്പോഴും കൂടിയിട്ടില്ല. അതൊരു ഭാഗം, അതുമൊക്കെ മിക്സ് ചെയ്തു എന്ന് മാത്രം. അതോടൊപ്പം തന്നെ 2023-24 SC ST വിഭാഗങ്ങൾക്ക്, OBCകൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് ആകെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയത് 3109 കോടിയായിരുന്നു. എന്നാൽ ആകെ ചെലവിട്ടതോ 2793 കോടി. മുഴുവൻ ചെലവാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ മുന്നോക്ക വിഭാഗങ്ങൾക്കുള്ള പദ്ധതിയോ 100% ചെലവഴിച്ചു. ആ മുന്നോക്ക വിഭാഗങ്ങൾക്ക് 100% ചെലവഴിച്ച നല്ല കാര്യമാണ്. പക്ഷേ അതേ ഒരു ശുഷ്കാന്തി ഇവിടെ ന്യൂനപക്ഷങ്ങൾ, ഈ പിന്നോക്ക അധകൃത വിഭാഗങ്ങൾക്കുള്ള പദ്ധതി നടപ്പാക്കുന്നതിലും സത്യത്തിൽ സർ വേണ്ടിയിരുന്നു സർ. ഇപ്പോൾ ഇവിടെ സ്വകാര്യ സർവകലാശാല ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റിൽ പ്രസംഗിച്ചു. ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ഈ ധനകാര്യ വകുപ്പ് മന്ത്രി ഞങ്ങളൊക്കെ സമയത്ത് വിദ്യാർത്ഥി സംഘടനാ നേതാവായിരുന്നു. അവർ നടത്തിയ സമരം, ആ സമരത്തിൽ എത്ര ആളുകൾ ജീവൻ കൊടുത്തു? ആരോടൊക്കെയാണ് നിങ്ങൾ ഈ സ്വകാര്യ സർവകലാശാല കൊടുത്തപ്പോൾ? കേരളത്തോട് മൊത്തം മാപ്പ് ചോദിക്കണം, വിദ്യാർത്ഥികളോട് മാപ്പ് ചോദിക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ സമൂഹം, ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരുപാട് രക്തസാക്ഷികൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഇതാണോ ഈ ബദൽ? ഞങ്ങൾ സമാന്തര ബദൽ എന്ന് പറയും. ബദൽ എവിടെയാണ് ബദൽ സർ? ഇവിടെ നിങ്ങളെ നോക്കിയിട്ട്, നിങ്ങളുടെ ഈ നയമാറ്റത്തെ നോക്കിയിട്ട് പണ്ടൊക്കെ പറയും ഓന്ത് നാണിക്കുമെന്ന്. എന്നാൽ ഇന്ന് ഓന്ത് നാണിക്കുമെന്നല്ല പറയേണ്ടത്. ഇന്ന് ഓന്തുകളെല്ലാം കൂടെ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് സർ. ആ രീതിയിലേക്ക് ഇവരുടെ ഇടതുപക്ഷത്തിന്റെ ഈ കാപ്പട്യം ഇത്ര േണ്ട വിധത്തിലേക്ക് ഈ ഗവൺമെന്റ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുതലാളിത്ത സംവിധാനത്തെ മുഴുവൻ പ്രകീർത്തിച്ചുകൊണ്ട് ഇവിടെ നടപ്പിലാക്കുന്ന ഈ ബജറ്റിനെ സർ എതിർക്കുകയാണ് സർ.